ഹലോ, മടിയന്മാർക്കുള്ളൊരു ഈസി കുക്കർ ബിരിയാണി റെസിപ്പി നോക്കിയാലോ. വലിയ പെരുന്നാൾ കഴിഞ്ഞതുകൊണ്ട് എല്ലാവരുടെ വീട്ടിൽ ബീഫ് ഇരിപ്പുണ്ടാവുമല്ലോ അല്ലേ. എങ്കിൽ നമുക്ക് ബീഫ് കൊണ്ട് തന്നെ ഒന്ന് ഉണ്ടാക്കാം. ആദ്യം തന്നെ ഇതെല്ലാം കൂടി ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുത്ത് വെക്കണേ. പിന്നെ സവാള ഇതുപോലെ കുനുകുനാ അരിഞ്ഞത്. പിന്നെ കുക്കറിൽ കുറച്ച് സ്പൈസസ് പൊട്ടിക്കണേ. ഏലക്ക, ഗ്രാമ്പൂ, പട്ട ഇതെല്ലാം പൊട്ടിച്ചതിന് ശേഷം സവാള അതിലോട്ടിട്ട് കുറച്ച് വഴറ്റിയെടുക്കണേ. പിന്നെ ഇതിലേക്ക് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച പേസ്റ്റ് ഇതിനകത്തിട്ട് അതും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാവേ. ഞാൻ ഇതിൽ 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ തക്കാളിയും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് നല്ല കുഴമ്പ് രൂപത്തിലാക്കണം. പിന്നെ ഇതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില ഇട്ട് കൊടുത്തതിന് ശേഷം പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാവേ. ആദ്യം തന്നെ ഞാൻ കുറച്ച് മുളക് പൊടിയേ ചേർക്കുന്നുള്ളൂ. പിന്നെ മല്ലിപ്പൊടി, ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ എടുത്തിട്ടുള്ള ബീഫിൻ്റെ അളവിനാണ് ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തത്. വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. അങ്ങനെ മിക്സ് ചെയ്തതായി ഈ കുഴമ്പ് പരുവത്തിലാക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. കുക്കറിൽ 3 വിസിൽ കേൾപ്പിച്ചു കേട്ടോ. എന്നിട്ട് അതിൻ്റെ വെള്ളത്തിൻ്റെ സ്റ്റോക്ക് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ മസാലയിലോട്ട് ബീഫ് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഞാനിത് 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നേരത്തെ മാറ്റി വെച്ച വെള്ളമാണ് ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ ഞാനൊരു ഏകദേശം 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കുറച്ച് മല്ലിയില ഇട്ട് 2 വിസിൽ കേൾക്കാൻ വേണ്ടി അടച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഫൈനലി എൻ്റെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഞാൻ പ്രതീക്ഷേക്കാളും അപ്പുറമായിരുന്നു. തുറന്നപ്പോൾ നല്ല മണം ഉണ്ടായിരുന്നു. ഈ ബിരിയാണി എന്നെ പോലെയുള്ള എല്ലാ മടിയന്മാർക്കും മടിച്ചേക്കും ഞാൻ സമർപ്പിക്കുന്നു. കാരണം രാവിലെ എണീക്കാൻ വേണം, ലഞ്ചിന് എന്തെങ്കിലും കൊടുത്തു വിടാൻ വേണം. അപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കിയാലല്ലേ പറ്റൂ. അങ്ങനെ ഞാൻ ഈസി ആയിട്ട് ബിരിയാണി ഉണ്ടാക്കി. ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ല കേട്ടോ, നല്ല ഈസി ആയിരുന്നു ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ ഞാൻ ഇത് ചൂടോടുകൂടി ഇലയിൽ പൊതിഞ്ഞെടുത്തേ. എന്നാൽ പിന്നെ എല്ലാവരും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.